Hi, hello. Welcome students. Myself, Dr. Vidya, NEET UG chemistry faculty. So, students, let's get started. ഇനി നമ്മൾ ഒരു ആറ്റത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആറ്റത്തിൻ്റെ ഉള്ളിൽ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു ആറ്റത്തിനെ പറഞ്ഞാൽ നമ്മൾ ഇത്ര പ്രോട്ടോൺ ഉണ്ട്, ഇത്ര ഇലക്ട്രോൺ ഉണ്ട്, അങ്ങനെയല്ല. വി ഹാവ് സം ടെർമിനോളജി ഇൻ ഓർഡർ ടു ഡിഫൈൻ ഹൗ മെനി പ്രോട്ടോൺസ്, ഹൗ മെനി ന്യൂട്രോൺസ് ഓർ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. അങ്ങനെ ചില ടെക്നിക്കൽ ടേംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ആറ്റമിക് മാസ്, മോളിക്കുലർ മാസ് എന്നുള്ള കൺസെപ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം ആറ്റവും മോളിക്യൂൾസും ആർ വെരി സ്മോൾ പാർട്ടിക്കിൾസ് ആൻഡ് സോ പിന്നെ ആറ്റത്തിൻ്റെ മാസ് പഠിക്കലും ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് അല്ലേ. എക്സാക്ട് മാസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. ഇപ്പം റീസെൻ്റ്ലി യു ഹാവ് മെനി സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ആറ്റമിക് മാസ് സ്പെക്ട്രോസ്കോപ്പി ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ വിച്ച് ഗിവ്സ് യു ആൻ എക്സാക്ട് ഐഡിയ ഓഫ് ദ മാസ് കിട്ടാവുന്നത്. ബട്ട് ഏർലിയർ ടൈംസ് നമ്മൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ മാസിനെ ഇവാലുവേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഡിറ്റർമിൻ വിത്ത് റെസ്പെക്ട് ടു ഒരു സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് വെച്ചിട്ടായിരുന്നു വി ഡിറ്റർമിൻഡ്. അതായത് റെഫറൻസ് വാസ് കാർബണിൻ്റെ 12 ഐസോട്ടോപ്പ്, C12 ഐസോട്ടോപ്പാണ്. ആൻഡ് കാർബണിന് ഇറ്റ് വാസ് അസൈൻഡ് ആൻ ആറ്റമിക് മാസ് ഓഫ് 12 grams അസൈൻ ചെയ്തിട്ട് ബാക്കി എല്ലാ എലമെൻസിൻ്റെ മാസ് വാസ് ഡിറ്റർമിൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓഫ് കാർബൺ. അപ്പോൾ കാർബൺ ആയിരുന്നു ഒരു റെഫറൻസ് എന്ന് പറയാം. അപ്പം നമ്മൾ ഇനി എങ്ങനെ നമ്മൾ ആറ്റമിക് മാസിനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ഈസ് ആറ്റമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്, AMU. സോ ആറ്റമിക് മാസ് യൂണിറ്റ്, ഒരു ആറ്റമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/12 ദ മാസ് ഓഫ് C12 ഐസോട്ടോപ്പ്, മാസ് ഓഫ് 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ. ഓക്കെ, അപ്പം നമുക്കറിയാം കാർബണിൽ യു ഹാവ് 6 പ്രോട്ടോൺസ് ആസ് വെൽ ആസ് 6 ന്യൂട്രോൺ. അതിൻ്റെ മാസ് എല്ലാം കൂടെ ആഡ് ചെയ്തതിൻ്റെ ശേഷം ഇഫ് യു ടേക്ക് 1/12 ഓഫ് ദാറ്റ് വാല്യൂ, the total mass of the carbon, അതിൻ്റെ 1/12 എടുക്കുമ്പോൾ you will arrive at a value of 1 atomic mass unit is equal to 1.66 into 10 raised to -24 grams. So this is, ഇത് നമ്മൾ കുറച്ച് ബൈ ഹാർട്ട് പഠിക്കേണ്ടതായിട്ടുള്ള വാല്യൂസ് ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 AMU? ഓക്കെ, സോ 1 AMU ആറ്റമിക് മാസ് യൂണിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി ഒരു ആറ്റം, ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിൻ്റെ എല്ലാത്തിൻ്റെ ആറ്റത്തിൻ്റെ മാസ് ഇഫ് യു ആഡ് അപ്പ്, ഇപ്പോൾ വാട്ടർ എടുത്താൽ മാസ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം പ്ലസ് മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം, യു ആഡ് അപ്പ് യു ഗെറ്റ് ദ മോളിക്കുലർ മാസ്. So molecular mass is the sum of all the ആറ്റത്തിൻ്റെ മാസ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് മോളിക്കുലർ മാസ്. സോ ദീസ് 2 പാരാമീറ്റേഴ്സ്, ഈ 2 ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എപ്പോഴും ഒരു ആറ്റത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും റെലവൻ്റ് ആയ ചോദ്യം, വാട്ട് ഇസ് ദ ആറ്റമിക് മാസ് ഓഫ് ദാറ്റ്, വാട്ട് ഇസ് ദ മോളിക്കുലർ മാസ്, ആൻഡ് വി ഡോണ്ട് ടെൽ ഇറ്റ് ഹൗ മെനി പ്രോട്ടോൺസ് ഡു യു ഹാവ്, ഹൗ മെനി ഇലക്ട്രോൺസ്, അങ്ങനെയല്ല അതിനെ അവതരിപ്പിക്കുന്നത്. വി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ആറ്റമിക് മാസ് ആൻഡ് molecular mass. Coming to the next very important topic, നമുക്കറിയാം +1 മോൾ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് ത്രൂ ഔട്ട് യുവർ +1 and +2 പോർഷൻസ് യു ഹാവ് കാൽക്കുലേഷൻസ്, എവറിത്തിങ് ബേസ്ഡ് ഓൺ ദിസ് മോൾ കൺസെപ്റ്റ്. ഏതൊരു നമ്മളൊരു ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് പോകുമ്പോഴും, ഫിസിക്കൽ ആസ് വെൽ ആസ് ഓർഗാനിക് ആയാലും, അവിടെ മോൾ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആക്ച്വലി ഈസ് എ മോൾ, എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. അതിന് മുന്നേ നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ലൈഡിൽ നമ്മൾ 7 ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർമെൻറ്റിൽ അതിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഞാൻ പറഞ്ഞു തന്നു, മോളാണെന്ന്. ഹോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അല്ലേ. നമുക്ക് മോളാണെന്ന് പറഞ്ഞു, അത് അബ്രിവേഷൻ MOL എന്ന് പറഞ്ഞു. എന്താണ് ഈ മോൾ? വാട്ട് ഈസ് മോൾ? ഇപ്പം നമ്മൾ പറയാം, എൻ്റെ കയ്യിൽ ഐ ഹാവ് 12 eggs വിത്ത് മീ. ഞാൻ 12 എന്നുള്ള പറയുന്നതിന് പകരം ഐ ക്യാൻ യൂസ് ദ വേർഡ് ഐ ഹാവ് എ ഡസൻ ഓഫ് eggs വിത്ത് മീ. അത് തന്നെയാണ് ഇവിടെ. നമുക്കറിയാം ആറ്റംസ്, മോളിക്യൂൾസ് ആർ എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്. അപ്പോൾ അതിൽ എക്സാക്റ്റ് എമൗണ്ട്, ഇത്ര ആറ്റം ഉണ്ട്, ഇത്ര മോളിക്യൂൾ ഉണ്ട് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇൻ സച്ച് കേസസ്, അല്ലെങ്കിൽ എമൗണ്ട്, എത്ര എമൗണ്ട് ഉണ്ട് എന്ന് നമ്മൾ വി റിലേറ്റ് ടു ഒരു പാരാമീറ്ററാണ്, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിനെ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് മോൾ എന്ന് പറയുന്നത്.
Now 1 mole contains ഒരു വാല്യൂ തന്നിട്ടുണ്ട് 6.023 ഇൻറ്റു 10⁻23. വാട്ട് ഇസ് ദിസ് ഹ്യൂജ് നമ്പർ? ഈ വലിയ നമ്പറിൻ്റെ അർത്ഥം എന്താണ്? അതായത് മോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അതായത് കാർബണിൻ്റെ 12 ഐസോട്ടോപ്പ് C12. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹൗ ക്യാൻ യു ഡിഫൈൻ 1 മോൾ ഇസ് ദ amount of substance that contains as many discrete entities as there are atoms in 12 grams of C12 isotope. അതായത് 12 gram C12 isotope, കാർബൺ 12 ഐസോട്ടോപ്പ് എടുക്കുമ്പോൾ അതിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതാണ് 1 മോൾ. സിമിലർലി വാട്ടർ എടുക്കുകയാണെങ്കിൽ 18 grams ഓഫ് വാട്ടർ എടുക്കുമ്പോൾ അതിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടോ അതാണ് അതിൻ്റെ 1 മോൾ. സിമിലർ 44 grams ഓഫ് കാർബൺ ഡയോക്സൈഡ് എടുക്കുമ്പോൾ അതിൽ എത്ര മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടോ അതാണ് അതിൻ്റെ 1 മോൾ. നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ആറ്റമിക് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് അതിലുള്ള എത്ര മോളിക്യൂൾസ് ആണോ ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ 1 മോൾ. ഓക്കെ, സോ 1 മോൾ പല രീതിയിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഈ 22.4 liters we came across the laws of chemical combination ഈ ഒരു വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു, മോളാർ വോളിയം. ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞ 18 grams of water if I am taking, അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഉണ്ടോ ദാറ്റ് കറസ്പോണ്ട്സ് ടു 1 മോൾ. സോ ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് എ ഗ്യാസ്, ഒരു ഗേഷ്യസ് മോളിക്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 22.4 liters ഓഫ് എ ഗ്യാസ് എടുക്കുമ്പോൾ that will corresponds to the 1 mole of that gas. That is, ഇപ്പം ഞാൻ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ 32 grams എടുക്കുകയാണെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ ഗേഷ്യസ് ഫോമിലാണെങ്കിൽ വി ജനറലി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മോളാർ വോളിയം 22.4. സോ 22.4 liters ഓഫ് ഏത് ഗ്യാസ് എടുത്താലും ദാറ്റ് വിൽ കറസ്പോണ്ട്സ് ടു ഇറ്റ്സ് 1 മോൾ. അപ്പം ആൻഡ് next is if you are expressing the mass of 1 mole of a substance in gramsലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിന് നമ്മൾ പറയുന്ന ഗ്രാം മോളാർ വോളിയം. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ മാതിരി തന്നെ 18 grams ഓഫ് വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 grams ആണ്. 18 gramsൽ എക്സ്പ്രസ് ചെയ്ത് ദിസ് കറസ്പോണ്ട്സ് ടു 1 mole ഓഫ് വാട്ടർ. Similarly, 44 grams of carbon dioxide will correspond to 1 mole of carbon dioxide. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും നമ്മൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഗ്രാം മോളാർ വോളിയം എന്നാണ്. സോ ദിസ് ഇസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മോൾ കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ കെമിസ്ട്രിയിൽ. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ചെറിയ പ്രോബ്ലംസ് റിലേറ്റഡ് ടു മോൾ കൺസെപ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, so the first question is the number of atoms in 0.1 mole of a triatomic gas. Number of atoms, എത്ര ആറ്റംസ് ഉണ്ട് in a 0.1 mole of a triatomic gas എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So let us do this ഈ ഒരു എക്സാമ്പിൾ. അപ്പോൾ number of atoms, you can evaluate the number of atoms using the formula. Number of atoms is given by Avogadro number. I forgot to tell you, the 6.023 into 10⁻23 എന്ന് പറഞ്ഞ ആ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ആ 1 മോൾ എന്ന് പറയുന്ന ആ വാല്യൂവിനെ നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്, and that is referred to as Avogadro's constant, and that is denoted by the letter Na. So Na is the Avogadro's constant and its value is 6.023 into 10⁻23. Okay, so number of atoms can be evaluated using the calculated using Avogadro number into number of moles. എത്ര moles ഉണ്ടോ Avogadro number into moles. Now Avogadro number, moles directly questionil തന്നെ തന്നിട്ടുണ്ട്. Number of atoms in 0.1 moles of a triatomic gas എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So moles is 0.1, Avogadro number is 6.023 into 10 to the power of 23 into 0.1. Okay, but you see here it's a triatomic gas. Triatomic gas എന്നുള്ളതിൻ്റെ അർത്ഥം it contains 3 atoms. അപ്പോൾ നമ്മൾ ആ ഒരു ആറ്റത്തിൻ്റെ കേസ് ആണെങ്കിലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫോർമുല നമുക്ക് ആപ്ലിക്കബിൾ. അപ്പോൾ 3 atoms ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ഫാക്ടർ ബൈ 3. സോ 3 into 6.023 into 10 to the power of 23 into 0.1. So this is the value, or this is the number of atoms present in 0.1 mole of a triatomic gas. Okay, so this value comes out to be 1.806
into 10 to the power of 23 atoms. Okay, so I hope you understood how you evaluate the number of atoms in a triatomic gas. Now come to the next problem, the number of oxygen atoms in 4.4 gram of carbon dioxide. You are given 4.4 grams of carbon dioxide and you are asked to find the number of oxygen atoms. Only oxygen, you don't need to evaluate carbon here, only oxygen atoms. So we know that the molecular weight of carbon dioxide, that is 44 grams. As we have told that 44 grams of carbon dioxide corresponds to 1 mole of carbon dioxide, isn't it? So here we are given 4.4 grams. That will correspond, if 44 grams corresponds to 1 mole, 4.4 will correspond to 0.1 mole. So, നമുക്ക് തന്നിരിക്കുന്നത് 0.1 മോളേ ഉള്ളൂ, ഒരു മോളില്ല, 0.1 മോളേ ഉള്ളൂ. അപ്പോൾ 0.1 മോളിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ ഇനി ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്, ഹൗ വി ക്യാൻ ഇവാലുവേറ്റ്? Avogadro number Na into moles. Here it is 0.1. And in this carbon dioxide, you have 2 oxygen atoms, isn't it? You have 2 oxygen atoms. So you have to multiply this by a factor of 2. That is 6.023 into 0.1 into 2. So this will come out as 1.2 into 10 raised to 23 oxygen atoms. Okay, so ഈ രണ്ട് എക്സാമ്പിളിൽ നിന്ന് എന്ത് മനസ്സിലായി? ആറ്റംസ്, എത്ര ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എമൗണ്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഓരോ പാരാമീറ്റേഴ്സും യു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ ദ അവഗാഡോ നമ്പർ. സോ അത് ഈ പ്രോബ്ലം, ഈ രീതിയിലുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസിന്. Okay, here I given 2 representative questions. NEET UG level ചോദിച്ച questions. So let us try. നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള questions which are based on mole concept. അപ്പോൾ നോക്കൂ, the number of atoms in 4.25 gram of ammonia. ഇവിടെയും atoms ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമിൽ തന്നിരിക്കുന്ന weight 4.25 ആണ്. So let us try doing this. Okay, now we know that the molecular mass, അതായത് 17 grams of ammonia will correspond to 1 mole of ammonia, isn't it? ഒരു മോൾ എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലർ മാസ് ആണ്, ദാറ്റ് ഇസ് 17 gram. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ 4.25. സോ ഫസ്റ്റ് വി ഹാവ് ടു ഇവാലുവേറ്റ് ദ നമ്പർ ഓഫ് മോൾസ്. Number of moles is evaluated using given mass. What is the mass given? 4.25 divided by the molecular mass, that is 17. 4.25 divided by 17. So now we can evaluate the number of atoms. You can either ഇവിടെ തന്നെ simplify ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും cancel out ചെയ്യുന്നുണ്ടെങ്കിൽ better put it in the next step. So any cancellation is possible, we will do that. Okay, so number of atoms is number of moles 4.25 divided by 17 into Avogadro number, that is 6.023 into 10 raised to 23, isn't it? Number of moles into Avogadro number. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അമോണിയൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ you have 1 nitrogen atom and 3 hydrogen atom. അപ്പോൾ ടോട്ടൽ you have 4 atoms. അമോണിയ ആണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട് സിംപ്ലി നൈട്രജൻ ഓർ സിംപ്ലി ഹൈഡ്രജൻ. അപ്പം ടോട്ടൽ ആറ്റംസ് എത്രയാണെന്ന് നോക്കുക, ദാറ്റ് ഇസ് 4. So if you multiply, you have to multiply this by 4. So this will be the calculation to evaluate the number of atoms, and this will come out as 6.023 into 10 raised to 23 atoms. Probably this values will get cancelled out. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 4.25 gram of അമോണിയൻ്റെ കാൽക്കുലേഷൻ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്യാം. വിച്ച് ഹാസ് മാക്സിമം മോളിക്യൂൾസ്, ആർക്കാണ് കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴായി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നീറ്റിന് മാത്രമല്ല, നമ്മളുടെ ബോർഡ് എക്സാം ആയാലും ഏത് എക്സാംസ് ആയാലും ഇതൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം നോക്കാം.
which has maximum molecules. ഏതിലാണ് maximum number of molecules? ഇനി molecules evaluate ചെയ്യുന്നത്, molecules also we evaluate molecules. നമ്മൾ ഇത്രയും 2-3 പ്രോബ്ലം ചെയ്തത് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം ആറ്റംസ് ആയിരുന്നു. ബട്ട് നമ്മൾ മോൾ കൺസെപ്റ്റ് പഠിച്ചപ്പം ഡിസ്ക്രീറ്റ് എൻറ്റിറ്റീസ്, അതായത് 6.023 × 10⁻23 ഡിസ്ക്രീറ്റ് എൻറ്റിറ്റീസ് എന്നുള്ള ഒരു വാക്ക് അവിടെ പഠിച്ചിട്ട്, ദാറ്റ് എൻറ്റിറ്റീസ് ക്യാൻ ബി ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾ, ഏത് വേണമെങ്കിലും ആവാം. So molecules also, number of molecules also is evaluated using the same formula, that is moles into Avogadro number. Okay, moles into Avogadro number. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ആർക്കാണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഫസ്റ്റ് 7 grams ഓഫ് നൈട്രജൻ. 7 gram ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് 7 അല്ലേ, നൈട്രജൻ്റെ തന്നിരിക്കുന്ന 7 ആണ്, ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് 14 ഇൻറ്റു Avogadro നമ്പർ. ഇതല്ലേ നമ്മളുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. So this will 7/5, this will come out as 0.5 Na, isn't it? ഇത് തൽക്കാലം നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട, ബിക്കോസ് എല്ലാ കാൽക്കുലേഷനിലും യു ഹാവ് Na. ജസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദിസ് ഫാക്ടർ. ദ ഫാക്ടർ അലോങ് വിത്ത് Na മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. ബിക്കോസ് ഇഫ് യു പുട്ട് ആൻഡ് സിംപ്ലിഫൈ ദിസ് ഒരു ലെങ്തി പ്രോബ്ലം ആവും, ടൈം കൺസ്യൂമിങ് ആയിപ്പോൾ. നെക്സ്റ്റ് യു സീ 2 grams ഓഫ് ഹൈഡ്രജൻ, H2 ആണ്. അപ്പോൾ ഗിവൺ മാസ് ഇസ് 2 ഡിവൈഡഡ് ബൈ ദ മോളിക്കുലർ മാസ്. 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് 2/2 ഇൻറ്റു Avogadro നമ്പർ, ദാറ്റ് ഈസ് വി ഗെറ്റ് Na, isn't it? Look at the third option, it is 16 grams of NO2. 16, so given mass 16 divided by molecular mass is 46 into Avogadro number. NO2ൻ്റെ molecular mass 46 ആണ്. So this will come out as 0.35, 0.35 Na. And the നാലാമത്തെ ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് 16 grams of oxygen ആണ്. So 16 divided by 32, molecular weight is 32 into Na, and that comes out to be 0.5 Na, isn't it? Okay. നമ്മൾ എല്ലാ കേസിലും വി ഹാവ് ഇവാലുവേറ്റ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. ഇതിൽ മാക്സിമം ആർക്കാണുള്ളത്? മാക്സിമം യു ക്യാൻ ഫൈൻഡ് ഹിയർ, ഇറ്റ് ഈസ് ദ ഓപ്ഷൻ 2. ഹൈഡ്രജൻ്റെ കേസിലാണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. അപ്പം മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ് എല്ലാം യു ക്യാൻ ഇവാലുവേറ്റ് യൂസിങ് ദിസ് ഫോർമുല. ആൻഡ് മോൾസ്, ഹൗ യു ഫൈൻഡ് ഔട്ട്? മോൾസ് ഗിവൺ മാസ്, മോൾസ്, നമ്പർ ഓഫ് മോൾസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് യൂസിങ് ദ ഫോർമുല ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. Okay, I hope this is clear to you. Okay, try working out yourself. എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ കൺസെപ്റ്റിന് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് ഇസ് എംപെറിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ എന്ത് വ്യത്യാസം? നമുക്ക് മോളിക്കുലർ ഫോർമുല അറിയാം, ഫോർമുല ഓഫ് ദ, ഇപ്പോൾ വാട്ടർ പറഞ്ഞ മോളിക്കുലർ ഫോർമുല യു വിൽ ഓൾ ടെൽ മീ ഇറ്റ്സ് H2. കാർബൺ ഡയോക്സൈഡ് പറഞ്ഞാൽ CO2 എന്ന് പറയും. അതാണ് അതിൻ്റെ മോളിക്കുലർ. എത്ര മോളിക്യൂൾസ് ഉണ്ടോ എത്ര എമൗണ്ടും ഉണ്ട്, അതായത് എന്താണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഹൗ മെനി എമൗണ്ട്, അതാണ് നമ്മളുടെ മോളിക്കുലർ ഫോർമുല. isn't it? What is an empirical formula? Empirical മറ്റൊരു ഫോർമുല ഉണ്ട്, അതായത് സിംപ്ലസ്റ്റ് ഫോർമുല which does not give you the exact amount. ഇപ്പം ഞാൻ ഗ്ലൂക്കോസ് പറയുകയാണെങ്കിൽ, ഗ്ലൂക്കോസ്, if I am telling you glucose is C6H12O6, isn't it? Glucose is C6H12O6. Okay, I'll better write it here, C6H12O6. Okay, I think all of you can see what I have written. ഗ്ലൂക്കോസിൻ്റെ ഫോർമുലയാണ്, മോളിക്കുലർ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം മോളിക്കുലർ ഫോർമുല നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ തരുന്നു? 6 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട്. Complete information. എത്ര കാർബൺ, എത്ര ഹൈഡ്രജൻ, എത്ര ഓക്സിജൻ. Now if I am writing the empirical formula of glucose, this is the empirical formula of glucose. എന്താണ് വ്യത്യാസം? What difference do you feel? എന്താണെന്ന് വെച്ചാൽ എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോർമുല. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. ബട്ട് ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇതൊന്ന് അത് കൂടാതെ പറയാൻ പറ്റുള്ളൂ. കാർബണിൻ്റെയും ഓക്സിജൻ്റെ ട്വൈസ് ആണ് ഹൈഡ്രജൻ.
അതായത് എത്ര കാർബൺ ഉണ്ടോ എത്ര ഓക്സിജൻ ഉണ്ടോ അതിൻ്റെ ട്വൈസ് ആണ് ഹൈഡ്രജൻ ഇരിക്കുന്നത്. ബട്ട് എക്സാക്ട്ലി ഹൗ മച്ച് കാർബൺ ഇസ് പ്രസൻറ്റ്, ഹൗ മച്ച് ഓക്സിജൻ ഇസ് പ്രസൻറ്റ്, ആ ഡീറ്റെയിൽസ് ഒന്നും വി വിൽ നോട്ട് ഗെറ്റ് ഫ്രം എംപെറിക്കൽ ഫോർമുല. അപ്പം നമുക്ക് എംപെറിക്കൽ ഫോർമുല നമ്മൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദ എംപെറിക്കൽ ഫോർമുല റെപ്രസെൻറ്റ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. Empirical formula will give you the simplest whole number ratio of various atoms present in the compound. Just simple ആയിട്ടുള്ള എത്ര ആറ്റംസും എക്സാക്ട് എമൗണ്ട് തരില്ലെങ്കിലും ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടും. Whereas molecular formula നമുക്ക് എന്താ തരുന്നത്? The exact number of different types of atoms present in the compound. അപ്പോൾ ഇത് തമ്മിൽ ഉള്ള വ്യത്യാസം ഇതാണ്. Empirical formula will not give you the complete picture, but if you need a complete picture, you have to go for the molecular formula. അപ്പോൾ നമുക്ക് ചില റൂൾസും അല്ലെങ്കിൽ ചില രീതികളുമുണ്ട് ഒരു എംപെറിക്കൽ ഫോർമുല ഇവാലുവേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം how we evaluate the molecular formula and empirical formula. Okay, so the first question here is given as an organic compound contains carbon, hydrogen and oxygen. Its elemental analysis gives the values as 38.71% carbon, hydrogen 9.67%, and you are asked to determine the empirical formula of the compound. ഓക്കെ, അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ പലരും അത് ടാബുലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ. ഫസ്റ്റ് വിൽ റൈറ്റ് വാട്ട് ആർ ദ എലമെൻറ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റ്സ് ഏതാണെന്ന് നമുക്കൊന്ന് എഴുതണം ഈ കോളത്തിൽ. ഓക്കെ, now what is the percentage of each element that is given to you? What is that percentage? അതും ക്വസ്റ്റ്യനിൽ പ്രൊവൈഡഡ് ആണ്. What is that percentage? Next is write the atomic weight. ഓരോന്നിൻ്റെ ആറ്റമിക് വെയിറ്റ് എഴുതുന്ന കോളമാണ് നെക്സ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വി ഇവാലുവേറ്റ് ദ നമ്പർ ഓഫ് മോൾസ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ മോൾസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ദ ഫൈനലി വി കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സിമ്പിൾ റേഷ്യോ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ യു നീഡ് 1 2 3 4 5 കോളംസ് വേണം. എംപെറിക്കൽ ഫോർമുലേൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ 5 കോളംസ് വേണം. ഫസ്റ്റ് നമുക്ക് നോക്കാം. Contain carbon, hydrogen, oxygen. So the elements are carbon, hydrogen and oxygen. Now percentage of carbon and hydrogen is given in your question. Carbon is 38.71, isn't it? And hydrogen is 9.67%. Now മൂന്ന് കോമ്പണൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു ക്വസ്റ്റ്യനിൽ, കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ റെസ്റ്റ് ആയിരിക്കും, ബാക്കിയുള്ളത് മൊത്തം ഓക്സിജൻ ആയിരിക്കും. അപ്പം ഓക്സിജൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? 100 ടോട്ടൽ ഇഫ് ഇറ്റ് ഇസ് 100 മൈനസ് 38.71 പ്ലസ് 9.67 ചെയ്താൽ ബാക്കി ഉള്ള ബാലൻസ് ഉള്ള ഓക്സിജൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ കം അറൗണ്ട് 51.62. This will come around 51.62. അപ്പോൾ എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ ചിലത് 2-3 കോമ്പണൻസ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് തന്നതെങ്കിൽ the rest you have to find out in this way. Okay, now let us write the atomic weight of carbon. നമുക്കറിയാം 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ is 16. Okay, oxygen is 16. Now we are going to evaluate the number of moles. How you evaluate the number of moles? You 38.71% divided by the atomic weight will give you the number of moles of carbon. Percentage of carbon was given as 38.71, and if you divide it by with the atomic weight you will get the number of moles, and this value comes out to be 3.23. Okay, next how you evaluate the number of moles of hydrogen, that is 9.67 divided by 1. അത് 9.67 തന്നെയാണ് വാല്യൂ, isn't it? Next, how you evaluate the percentage of oxygen? Oxygen we have calculated as 51.62 divided by 16, isn't it? The atomic weight is 16, so this will comes out as 3.23. നമുക്ക് 3 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. 3.23 ഉണ്ട്, 9.67 ഉണ്ട്, 3.23. ഇങ്ങനെയല്ല നമ്മൾ എഴുതാറ്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സിമ്പിൾ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ജസ്റ്റ് ഡിവൈഡ് ഓൾ ദീസ് വാല്യൂസ് ബൈ ദ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ. അതായത് ഇതിൽ കോമൺ ആയിട്ടുള്ള 3.23 ആണ്
lowest. അപ്പോൾ നമുക്ക് simple ratio ആക്കാൻ just divide this value, that is 3.23 divided by the lowest value is 3.23, so you will get it as 1. 9.67 divided by 3.23, so that you get it as 3. Now 3.23 divided by 3.23, that you get it as 1. So this is the എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്നുള്ളൊരു നമുക്കൊരു ഇവാലുവേഷൻ കിട്ടി. നൗ വി ഹാവ് ടു റൈറ്റ് ദ ഫോർമുല എഴുതുമ്പോൾ കാർബൺ യു ഹാവ് ഫൗണ്ട് ഇറ്റ് ആസ് കാർബൺ ഒരു ആറ്റമാണുള്ളത്, ഹൈഡ്രജൻ 3, ഓക്സിജൻ 1. സോ ദ എംപെറിക്കൽ ഫോർമുല ഓർ EF ഇസ് ഈക്വൽ ടു C is 1, hydrogen you have 3, oxygen 1. So the simplest formula or the empirical formula is CH3O. Okay, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പറിക്കൽ ഫോർമുല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യണം. അതായത് യു ഹാവ് ടു ഗിവ് ടാബുലേറ്റഡ് ആയിട്ട് തന്നെ അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് അതിൻ്റെ രീതി. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ എംപെറിക്കൽ ഫോർമുല മാത്രമാണ്. ഫ്രം എംപെറിക്കൽ ഫോർമുല നമുക്ക് മോളിക്കുലർ ഫോർമുലയും കൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എംപെറിക്കൽ ഫോർമുല കണ്ടുപിടിച്ചിട്ട് ഹൗ യു ഇവാലുവേറ്റ് ദ മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഹിയർ യു ഹാവ് അനദർ ക്വസ്റ്റ്യൻ. See, a compound contains 4.04% hydrogen, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. Molar mass തന്നിട്ടുണ്ട്. Total ആ മൊത്തത്തിലുള്ള മാസ് തന്നിട്ടുണ്ട് നമുക്ക്. What are its empirical and molecular formula? So up to empirical formula നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ചെയ്യാം. So let's start how we do it. So we will write element, then we have the column of percentage, then atomic mass, then moles, then simple ratio, isn't it? Okay, what are the elements given here? The element is hydrogen. Percentage given is 4.07, isn't it? Atomic mass, we know it is 1. Similarly, we'll write the next is carbon. It's given is 24.27 and its mass is 12. And you have also chlorine also is given. Chlorine, it is 71.65 and its atomic mass is, we know that it is 35.5. Okay, the given parameters we have written down. Now how you evaluate the moles? You divide 4.07 divided by 1, that is value is 4.07 itself, isn't it? Next is 24.27 divided by the molar mass is 12. Atomic mass is 12 and this value, carbon value, comes out to be 2.02, isn't it? 2.02. Next, in the case of chlorine, 71.65 divided by 35.5, isn't it? And that comes out to be 2.02. So 3 values we have found out. Now we have to convert it into simple ratio by dividing with the simplest number. So if you divide 4.07 divided by 4.07 by 2.02, the value will come approximately 2. 2.02 divided by 2.02, that is equal to 1. Then 2.02 divided by 2.02, that is also 1. So here we have evaluated the empirical formula. Empirical formula is how much hydrogen you have, 2 hydrogen. How much carbon you have, 1 carbon and 1 chlorine. So this is your empirical. H2CCl is your empirical formula. Now you are also asked to find out the molecular formula also. We know that നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് empirical formula ഏതോ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മോളിക്കുലർ ഫോർമുല. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കേസിൽ അത് 2 വെച്ച് അല്ലെങ്കിൽ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, അതായത് നമ്മളുടെ എംപിറിക്കൽ ഫോർമുല 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ മോളിക്കുലർ ഫോർമുല കിട്ടുക. അപ്പം നമുക്ക് സം ഫാക്ടർ മൾട്ടിപ്ലൈഡ്, യു ഹാവ് ടു മൾട്ടിപ്ലൈ ദ എംപിറിക്കൽ ഫോർമുല ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ മോളിക്കുലർ ഫോർമുല. അപ്പോൾ ആ ഫാക്ടർ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ എംപിറിക്കൽ ഫോർമുല മാസ്.
ഈ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എംപിറിക്കൽ ഫോർമുല പ്രകാരം എത്ര മാസ് ആണ് ആ കോമ്പൗണ്ടിനുള്ളതെന്ന് വി ഹാവ് ടു ഇവാലുവേറ്റ്. ഓക്കെ, so here hydrogen mass is 2 plus carbon is 12 plus chlorine is 35.5. So this value comes out to be 49.5. Okay, as per this empirical formula, what is the empirical formula mass? That is 49.5. So now in order to find out this value of N, what we are doing is that we divide the molar mass of the compound which is given in your question divided by the empirical formula mass. Okay, so the molar mass is given here, it has 98.96 divided by the empirical formula mass which we have evaluated as 49.5. Okay, so 98.96 divided by 49.5, which comes out as approximately 1.2, that we can round off to 2. So the value of N is 2. So in order to molecular formula കണ്ടുപിടിക്കണമെങ്കിൽ empirical formula നമ്മൾ 2 കൊണ്ട് multiply ചെയ്യണം. So what is the molecular formula is, what is the empirical formula? H2CCl and this into 2. You have to do into 2. So what is, it comes out as C2H4Cl2. So this is your molecular formula. So ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിൽ തന്നെ ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യു ഇവാലുവേറ്റ് ഫസ്റ്റ് ദ എംപിറിക്കൽ ഫോർമുല, ദെൻ ഡിറ്റർമിൻ ദ എംപിറിക്കൽ ഫോർമുല മാസ്, then you determine the value of N, by what factor you have to multiply the empirical formula in order to determine the molecular formula. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് കിട്ടിയ empirical formula you multiply with the factor of N. Now we come to the end of this session. നിങ്ങൾക്ക് so far എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you.